എന്ത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കേ ബോധം. സത്യം പറഞ്ഞ ജഡ്ജസ് ഒക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. നാട്ടിലായാലും ഇങ്ങനെ വർത്താനം പറയില്ല, എന്നോട് ഇങ്ങോട്ട് വർത്താനം പറയുന്നത് തുടങ്ങിയാലും നിനക്ക് ബായി പൂട്ടുന്ന എന്നോട് ഇങ്ങോട്ട് പറയണം, നിനക്ക് തിന്നാണ്ടിക്കാനും കഴിയും, മാത്രം വർത്താനം പറയാണ്ടിരിക്കാൻ കഴിയില്ലേന്ന്. നല്ല രസം. നമ്മൾ ടി വിയിൽ കാണുന്നതാണെങ്കിൽ സിനിമയിൽ കാണുന്നതാണെങ്കിൽ നല്ല രസം ഉണ്ട് കാണാൻ. തന്നെ സിത്താരനെ കാണണം, സിത്താരനെ കാണുന്നത് ഭയങ്കര ഭ്രാന്തായിരുന്നു. അപ്പൊ എനിക്ക് ജഡ്ജസിൽ ഞാൻ എപ്പോഴും അവിടെ വരെ നിൽക്കുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് ചിത്തുമണിയായിരിക്കും. അത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് വരുമ്പോ അതാ ഞാൻ കരഞ്ഞേ. ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറെ പേര് ചെറിയ കുട്ടിയാണോ, മാരീഡ് ആണോ എന്ന് കുറെ ഡൗട്ടുകളുണ്ട്. കല്യാണം കഴിഞ്ഞു, മലപ്പുറത്തെ കല്യാണം കഴിച്ചപ്പോ ഞങ്ങൾ പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. 7 വർഷം പ്രണയിച്ചു. ശരിക്കും വെയിറ്റിംഗ് ലിസ്റ്റ് മാറി ഇന്നായോ ഔട്ടായോ? കുറെ ആൾക്കാർക്കൊന്നും അതിന്റെ അവസാനം എന്ത് സംഭവിച്ചെന്ന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 18 ആൾക്കാരിൽ ഇല്ല, മാത്രം ഞാൻ ആടെ ഉണ്ട് പറഞ്ഞാല് അതിൽ സിത്തുമണി ഒരു ഡയലോഗ് പറഞ്ഞു, ഇവളെ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ചെയറിട്ട് തിരുത്താൻ പറ്റുമെന്ന് വെറുതെ ചോദിച്ചതാണ്. അന്നെ ഇവിടുന്ന് വിളിച്ചു. വീഡിയോസ് എല്ലാം കാണാറുണ്ട്, കിടക്കാൻ നേരമൊക്കെ അതിന്റെ ഇതിലാണ്. ഒരു 11:30 വരെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ ഇവന്റും യൂട്യൂബില്. അയ്യോ, ഭയങ്കര വലിയ ഫാൻകളാണ്. കൊറേയൊക്കെ തോന്നുന്നുണ്ടാവും ഇത് ഓവർ സ്മാർട്ട് ആണ്. നമ്മളെപ്പോഴും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് വരും. മലയാളികളെ പൊതുവെ അങ്ങനെ അവർക്ക് ഇറക്കണമെന്നില്ല. അതുകൊണ്ട് ഞാനിൽ അധികം സന്തോഷിച്ചിട്ടൊന്നുമില്ല. കാരണം അപ്പൊ വേണമെങ്കിലും ഇത് കൂപ്പും കൂത്തിട്ട് താഴെ വീഴാന്നുള്ള സാധനം എനിക്കറിയാം. അപ്പൊ ഞാൻ കുറച്ചധികം വർത്താനം പറയുന്ന പറയുമ്പോൾ ചില ആൾക്കാർക്കൊന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രം ഞാൻ അപ്പോഴും പറയുന്നത് ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ വെറുതെ പാട്ടാടുമ്പോ അച്ഛനൊന്ന് നോക്കും. ഞാൻ ഇഷ്ടല്ലേ ഒന്നുമില്ല, വെറുതെ വീട് നോക്കാം. ഞാൻ പോട്ടേനും എന്തായാലും പാടി ഫുള്ളാക്കാന്നുള്ള രീതിയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ എന്നെ നോക്കുന്നുണ്ട്. അവരെങ്ങനെ ചിരിച്ചു, എനിക്ക് അച്ഛനിങ്ങനെ ചിരിച്ചു. പിന്നെ പറയുമ്പോ അച്ഛന് സങ്കടമായി. അപ്പൊ ജയരഞ്ജിതരെ അച്ഛനല്ലേ എന്ന് പറയുമ്പോ അച്ഛനൊരു സന്തോഷമായി. അത്ര എനിക്ക് ഇപ്പൊ കൊടുക്കാൻ കഴിയും. പണത്തിനേക്കാളും ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതന്നല്ലോ. തയ്യൂരിലെ കുഞ്ഞു വല്യമ്മ, വള്ളി വെട്ടും കുഞ്ഞു വല്യമ്മ. എനിക്ക് ഏറ്റവും കൂടുതൽ നാടൻ പാട്ടാണ് ആളുകൾക്ക് ഇഷ്ടം. പാട്ട് പാടുമ്പോ നാടൻ പാട്ട് കണക്കെ ആവും എനിക്ക് അറിയാം. അതുകൊണ്ട് എന്നോട് പറയും, നീ ഏത് പാട്ട് പാടിയാലും നാടൻ പാട്ടാണ്, അതുകൊണ്ട് നാടൻ പാട്ട് പാടിയാൽ മതി. തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമുണ്ണും പൊന്നുണ്ണി വാവ്യാണ്, വേതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചേലുള്ള ചിങ്കാരി. ഹായ് ഹലോ, ദിസ് ഇസ് മീ ബിജി ചിക്കു. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റിന് വലിയൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആരാണ് ഈ പെൺകുട്ടി? ജയരഞ്ജിതയാണ്. രഞ്ജു എന്ന് വിളിക്കും അല്ലേ, ക്യൂട്ടായിട്ട്. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഇവിടെ കുറെ പേര് ജയരഞ്ജിതയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹലോ ആന്റി, ഇവിടെ ഒരു ഫാൻ ഗേൾ ഉണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നോ? ജയരഞ്ജിത ഞാൻ ഫാനാണ്. വീഡിയോസ് എല്ലാം കാണാറുണ്ട്, ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് കാണാറുണ്ട്. ഇപ്പം കിടക്കാൻ നേരമൊക്കെ അതിന്റെ ഇതിലാണ്. ഒരു 11:30 വരെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ ഇവന്റും കല്യാണത്തിന്റെതും എല്ലാം ഞാൻ ഇങ്ങനെ. അയ്യോ, ഭയങ്കര വലിയ ഫാൻകളാണ്. ഞങ്ങൾക്ക് കേളാം. എന്ത് സംസാരാണോ ഭയങ്കര ഇഷ്ടപ്പെട്ടത്, പാട്ടാണോ? പാട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടു നാടൻ പാട്ടൊക്കെ കേട്ടു. അതെ, ഡാൻസ് ചെയ്തിട്ടുള്ള കുറെ അതൊക്കെ ഞാൻ കേട്ടു. അയ്യോ, വേറൊരു കുട്ടിയുണ്ട്, കള്ളത്തിലല്ല പറഞ്ഞത്, നന്നായിട്ട് നല്ല കറക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഫാൻകളിനെ കണ്ട സന്തോഷം ഉണ്ടല്ലേ? സന്തോഷമായി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതുപോലെ കുറെ വിഷ് കിട്ടുന്നുണ്ടാവും. കാരണം കാസർഗോഡ് ഭാഷയില് ജഡ്ജസിനെ ചിരിപ്പിക്കുക, ഞങ്ങളെ പ്രേക്ഷകരെ ചിരിപ്പിക്കുക. കാസർഗോഡ് ഭാഷ ഒരു പ്രത്യേക ഒരു താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും, ഒരു കൗതുകമുണ്ട് ആ ഭാഷയില്. ഞാൻ കണ്ണൂരാരിയാണ്, അപ്പൊ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. അപ്പൊ ഈ ഭാഷ പറയുമ്പോൾ നമ്മൾ വെച്ചാൽ സ്ക്രിപ്റ്റഡ് ആണോ, ഇനി ഇത് റിയൽ ആയിട്ട് ഉള്ളിന്ന് വന്നതാണോ, പേടിച്ച് പറഞ്ഞതാണോ, അങ്ങനെ കുറെ ഡൗട്ട് ഉണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചത്? അല്ല, ഞാൻ ശരിക്കും പുറത്തായാലും ഇങ്ങനെ നാട്ടിലായാലും ഇങ്ങനെ വർത്താനം പറയില്ല. അത് എന്നെ അറിയുന്നപ്പോഴൊക്കെ അറിയുമായിരിക്കും. ഞാൻ എന്നോട് ഇങ്ങോട്ട് വർത്താനം പറയുന്നത് തുടങ്ങിയാലും നിനക്ക് ബായി പൂട്ടുന്ന എന്നോട് ഇങ്ങോട്ട് പറയണം, നിനക്ക് തിന്നാണ്ടിക്കാനും കഴിയും, മാത്രം വർത്താനം പറയാണ്ടിരിക്കാൻ കഴിയില്ലേ. ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ എല്ലാവരോടും കാസർഗോഡ് സ്ലാങ്ങിൽ തന്നെ വർത്താനം പറയല്. മറ്റേ ചായ പറയാൻ അറിയില്ലാന്നല്ല അതിന്റെ അർത്ഥം. മാത്രം എനിക്ക് നല്ലതായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഞാൻ കാസർഗോഡ് സ്ലാങ്ങിൽ തന്നെ വർത്താനം പറയണം. അപ്പൊ ഇവിടെ എത്തിയിട്ട് എല്ലാവർക്കും അറിയാം ഞാൻ കാസർഗോഡ് സ്ലാങ്ങിൽ വർത്താനം പറയുന്നില്ല. അപ്പൊ സ്റ്റേജിൽ കയറുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിനി. ഒന്നാമത് ഞാൻ പാട്ട് പഠിച്ചിട്ട്, അപ്പൊ നാടൻ പാട്ട് പാടുന്നില്ല ആ ഒരു ടെൻഷൻ. ഇപ്പം നല്ല വലിയ വലിയ പാട്ടുകാരെന്നില്ല എല്ലാം എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവിടുന്നും സാർ എല്ലാവരോടും പറയും, നിങ്ങൾ സ്റ്റേജിൽ കയറിയാലും നിങ്ങൾ വലുതായിട്ട് അഭിനയിക്കൊന്നും വേണ്ട, നിങ്ങൾ എങ്ങനെ ഉള്ളത് അതന്നെ നട കാണിച്ചാൽ മതി. നമുക്ക് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ജനങ്ങൾക്ക് വേണ്ട എന്തെന്ന് നിങ്ങളെ നേരെ മനസ്സിലാവും, നിൽക്കണം. അതിൽ വേറെ ഒന്നും നിങ്ങൾ പുറത്തുനിന്നൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് സാർ ഇടക്കിടക്ക് പറയലുണ്ട്.
പിന്നെ ചിത്ര ചേച്ചിയും സിത്താര ചേച്ചിയും ഇവിടെ വന്നിട്ട് ആ ഒരു സന്തോഷം ഉണ്ടാവില്ല, സന്തോഷമുണ്ട്. അപ്പൊ അപ്പളും ഇവിടെ വന്നിട്ട് നമ്മളെ കിടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് കാണലുണ്ട്. അപ്പൊ പറയും നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോ ഞങ്ങളെ പേടിക്കൊന്നും വേണ്ടെന്നെല്ലാം പറയും. അപ്പൊ സ്റ്റേജിൽ കയറാൻ നമുക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു, സർഗോ സാറ് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, നീ എല്ലാവരോടും നല്ലോണം വർത്താനം പറയുന്ന ആളല്ല, എല്ലാവരും കൂളാക്കുന്നില്ല, അപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു നീ അത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോയി പാടിട്ട് നമുക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായി. പാടുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിനി, ചിത്ര ചേച്ചിന്റെ മുമ്പിലെല്ലാം പാടുന്നല്ലേ. മാത്രം ആ ലൈറ്റ് എല്ലാം വന്നിട്ട് പിന്നെ മുമ്പിൽ ക്യാമറയൊന്നും കാണുന്നില്ല, ആരെയും കുറച്ച് ആൾക്കാരെ മാത്രല്ലേ കാണുന്നില്ല. അപ്പൊ എന്ത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കേ ബോധം. സത്യം പറഞ്ഞ ജഡ്ജസ് ഒക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ആങ്കേഴ്സ് ആണെങ്കിലും ജഡ്ജസ് ആയാലും ആർക്കിപ്പോ കൗണ്ടർ കിട്ടും, തഗ് കിട്ടും, മിണ്ടാതിരിക്കുക, അതുപോലെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാല് നമുക്ക് നമ്മളെ ഒരു സ്ലാങ്ങിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് പറയേണ്ട ഒരു നമുക്ക് കിട്ടും. എന്തോ എന്തിനാണെന്ന് കായൊന്നും അറിയില്ല. അത് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇതുവട്ടനും വർഷയും കൂടിയിട്ട് അതിന്റെ മീത്ത് എന്തെങ്കിലും ചോദിക്കും. അപ്പൊ നമുക്ക് പറയാൻ ഉത്തരം കിട്ടുമല്ലോ. ഞാനിത് പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം തഗ്ഗോന്നില്ല സാധനം വരുന്നത്. ഞാൻ എന്ത് പറഞ്ഞാല് സാധാരണ ഇങ്ങനെ വർത്താനം പറയില്ല. ആ വർത്താനം പറയുന്ന കൂട്ടത്തിൽ അടിയും പോയിട്ട് വർത്താനം പറഞ്ഞു. പിന്നെ അപ്പൊ അതിലൊരു സ്വാതന്ത്ര്യം തന്നു എല്ലാവർക്കും. എനിക്ക് നല്ല ചിലപ്പോ ഞാൻ നല്ലോണം വർത്താനം പറഞ്ഞു തോന്നുന്നത് എന്ത് പറഞ്ഞാല് ബാക്കിയാരും അത്ര വർത്താനം പറയാത്തോണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പാടി പോയി നല്ല ഇല്ലതല്ലാണ്ട് എന്റെ അടുത്ത് പറഞ്ഞതിനല്ല ഞാൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു. എനിക്ക് മഞ്ജു വാര്യർ കാണുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്, അല്ലെങ്കിൽ അത് ഫാൻ ഗേൾ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അത്? ഞാൻ സത്യം പറയട്ടെ, ഞാൻ രാവിലെ കയറേണ്ട ആളായിരുന്നു. അപ്പൊ എനിക്ക് തുമ്മലായിട്ട്, ജലദോഷം തുമ്മലായിട്ട് എനിക്ക് പോയിട്ട് പാടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, നമ്മളെ ഫിസിക്കൽ കണ്ടീഷൻ നേരെ ഇല്ലെങ്കിൽ സാർ അങ്ങനെ കയറ്റിട്ട് അങ്ങനെ നിർബന്ധിക്കുന്നില്ല അങ്ങനെ. അപ്പൊ സാർ പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് മരുന്നെല്ലാം തന്നു. അവിടെ റെസ്റ്റ് എടുത്തിട്ട് നമുക്കറിയില്ലല്ലോ മഞ്ജു ചേച്ചി വരുന്നു, നമുക്ക് മുമ്പേ പറയുന്നൊന്നുമില്ലല്ലോ, നമുക്ക് കാണൂല, നമ്മൾ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നത്. അപ്പൊ ബേക്കിലെ കൂട്ടി ഉള്ളിൽ കയറുമ്പോഴാണ് കാണുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരാളത് കേറുമ്പോ നമുക്ക് ടി വിയിൽ കാണും. അപ്പൊ എന്റെ പകുതി പോയി, ഇനി ഞാൻ കേറണമല്ലോ എന്നുള്ളതായി. പിന്നെ കേറി കയറ്റുമ്പോ എന്ത് പറയല്, നല്ല രസം. നമ്മ ടി വിയിൽ കാണുന്നതാണെങ്കിൽ സിനിമയിൽ കാണുന്നതാണെങ്കിൽ നല്ല രസം ഉണ്ട് കാണാൻ തന്നെ. പിന്നെ ചിരിയും എല്ലാം ആകുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ ഞാൻ എന്തെല്ലോ അന്ത്യം ആഗ്രഹിച്ച അതാണ് ഞാൻ സാധിച്ചേക്ക്. സിത്താരനെ കാണുന്നുണ്ടായിന്, മഞ്ജു ചേച്ചിനെ കണ്ടു, ചിത്ര ചേച്ചീനെ, വിധുവേട്ടൻ എല്ലാവരും എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ടി വിയിൽ നോക്കിക്കൊണ്ട് ഞാനും അമ്മയും ഒക്കെ നോക്കിക്കൊണ്ടായ പരിപാടി. അപ്പൊ ഞങ്ങൾ എപ്പോഴും കലമ്പാക്കല് രാവിലെ ഞാൻ ഹോട്ട്സ്റ്റാറിൽ ഞാൻ നോക്കും, അത് അമ്മക്കും കാണണം. അപ്പൊ അങ്ങനെല്ലാം പറഞ്ഞിട്ട് അവസാനം അതേ സ്ഥലത്തേക്ക് ഞാൻ എത്തി. അപ്പൊ എന്റെ ഇത് ഞാൻ മാക്സിമം പൊട്ടിപ്പോയെന്ന് പറയാം. എനിക്കൊന്നിപ്പോ കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കുമ്പോൾ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. കമന്റ്സ് വന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ്. ആ ഒരു ഇഷ്ടം ഓൾറെഡി ഇപ്പം മെസ്സേജിലൂടെ വരുന്നുണ്ടാവില്ലേ? ഒന്നാമത് ഞാൻ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായ ആളാണ്. അപ്പൊ കുറെ ആൾക്കെല്ലാം അറിയും ഞാൻ വർത്താനം പറയുന്നത് എങ്ങനെയെന്ന്, കുറെ ആൾക്കെല്ലാം മനസ്സിലാവും. ഇപ്പൊ പുതിയ ആൾക്കാർ എന്ന് പറയുന്നത് എന്നെ ഇപ്പൊ ചേച്ചിയെല്ലാം വർത്താനം പറഞ്ഞാണ് ഒന്നിക്കൽ ചെറിയ കുട്ടികളായിരിക്കും എന്റെ ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ആൾക്കാരായിരിക്കും. ഇതിന്റെ ഇടയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്നെ അറിയുന്നുണ്ടായില്ല. അത് ഈ സ്റ്റാർ സിംഗറിന്റെ ഈ പ്രൊമോഷൻ ആ വീഡിയോയും എന്റെ മെഗാ ഓഡിഷന്റെ വീഡിയോയും കണ്ടതിന് ശേഷം എനിക്ക് കുറെ മെസ്സേജ് വരുന്നത്. കുറെ ആൾ വിളിക്കുന്നുണ്ട്, കുറെ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്, നല്ലത് പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ പോട്ട് നീ മാറണ്ട. ഞാൻ ഇങ്ങനെ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെയൊക്കെ തോന്നുന്നുണ്ടാവും ഇത് ഓവർ സ്മാർട്ട് ആണ്. രണ്ട് ഇപ്പൊ നമ്മളെപ്പോഴും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അത് കഴിഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് വരും അല്ലേ? അതില്ലെങ്കിലാണ് പ്രശ്നം. കാരണം മലയാളികളെ പൊതുവെ അങ്ങനെ അവർക്ക് ഇറക്കണമെന്നില്ല. അതുകൊണ്ട് ഞാനിൽ അധികം സന്തോഷിച്ചിട്ടൊന്നുമില്ല. കാരണം അപ്പൊ വേണമെങ്കിലും ഇത് കുപ്പം കുത്തിട്ട് താഴെ വീഴാന്നുള്ള സാധനം എനിക്ക് അറിയാം. അതുകൊണ്ട് അമിതമായ സന്തോഷമൊന്നുമില്ല. മാത്രം സ്നേഹിക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട്. എന്താ പറഞ്ഞാല് അതിൽ പറയുന്ന ഓവർ സ്മാർട്ടാണ്, ചിലവർ കമന്റ് ഇടും ഓവർ സ്മാർട്ടാണ്, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഓവർ ആക്ഷൻ ആണെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞാല് ഈ സ്മാർട്ട്നെസ്സിനുള്ള ഒരു അളവ് പോലെ അപ്പോഴാണ് ഇടുന്നതെങ്കിൽ ഞാൻ ഓവറാണ്. മാത്രം ഞാനിട്ട അളവ് പോലെ അത് ഓവർ അല്ല. പക്ഷെ അപ്പം കയ്യിൽ സന്തോഷമില്ല. ഒന്നുമില്ലെങ്കിൽ ഓവർ ആക്ടിങ് ആണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ അറിയുമല്ലോ എന്നുള്ളൊരു സന്തോഷം. എന്താ പറഞ്ഞാൽ നമ്മൾ അറിയാതെ വർത്താനം പറയുന്നില്ല. അപ്പളെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ പറഞ്ഞാൽ അവര് ജനിച്ചു വളർന്നതും അപ്പ കാണുന്ന കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഞാൻ കുറച്ചധികം വർത്താനം പറയുന്ന പറയുമ്പോ ചില ആൾക്കാർക്കൊന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രം ഞാൻ അപ്പളോടും പറയുന്നത് ഞാൻ ഇങ്ങനെ ഇനിയിപ്പോ മാറ്റണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് വർത്താനം പറയുന്ന ആളെ കിട്ടിയ ഞാൻ വർത്താനം പറയും. ഇനി അധികം വർത്താനം പറയാൻ അല്ലാത്തൊരു സാഹചര്യം ഏതെങ്കിലും അവിടെ നമുക്ക് സൈലന്റ് ആയിട്ട് നിൽക്കാനും അറിയാം. അപ്പൊ സ്വഭാവം മാറ്റുകാന്നില്ല, എനിക്ക് ഞാനായിട്ട് നിൽക്കാനാണ് എപ്പോഴും ഒന്നും ഞാൻ പറയും എനിക്ക് ഞാനായിട്ട് നിന്നാ മതി എന്നുള്ളത്. സ്റ്റാർ സിംഗർ വേദി ഉണ്ടല്ലോ, കുറെ ഒരുപാട് പേരുടെ അല്ലെങ്കിൽ സിംഗിങ് തുടങ്ങിയ ആളുകൾക്ക് മുന്നേ സ്റ്റാർ സിംഗർ എപ്പോഴെങ്കിലും ഇപ്പൊ സീസൺ 10 ആയി. അപ്പം സ്റ്റാർ സിംഗർ എപ്പോൾ മുതലാണ് ആഗ്രഹം തോന്നി തുടങ്ങിയത്?
ശരിക്കും പറഞ്ഞാല് സ്റ്റാർ സിംഗർ ഫസ്റ്റ് ആദ്യത്തെ ഇത് മുതൽ നജീമിന്റെ എല്ലാ സമയം മുതൽ ഞാൻ നോക്കിക്കൊണ്ടായി. മുഴുവനായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ വീട്ടിൽ ടി വി ഇല്ല. അപ്പൊ അപ്പുറത്തെ വീട്ടിലേക്കെല്ലാം പോയിട്ടാണ് ഈ സാധനം നോക്കല്. അപ്പൊ ഒന്ന് നമ്മ പാട്ട് പാടുന്ന നമുക്ക് അത്ര ബോധമൊന്നും ഇല്ലല്ലോ, സ്കൂളിലേക്ക് പോയിട്ട് പാട്ട് പാടുന്നത് അല്ലാണ്ട് സംഗീതം പഠിച്ചിട്ടില്ല. ശരിക്കും സ്റ്റാർ സിംഗറിൽ വരണം തോന്നിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ 10 ഉണ്ടാകുമ്പോ മത്സരിക്കണം അല്ലെങ്കിൽ സമ്മാനം മണിക്കണം അങ്ങനത്തെ ഒന്നല്ല, വെറുതെ അവിടെ സീറ്റിൽ അവിടെ പുറത്ത് ഓഡിയൻസ് ആയിട്ടെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ളൊരു ഭ്രാന്തായിരുന്നു എനിക്ക്. എന്താ അവിടെ എന്ത് നടക്കുന്നത് നമുക്ക് അറിയില്ല, ഇങ്ങനെ ചിരിക്കുന്നല്ലേ ഇല്ല തന്നെയോ ഇനി അവർ മാത്രം നമ്മൾ വിചാരിക്കുന്ന കണക്കേ അല്ല. ശരിക്കും പറഞ്ഞാല് നമ്മ ടി വിയിൽ കാണുന്നത് പകുതി മാത്രമേ ഇല്ലൂ. ഗ്രൂമിങ്ങിന്റെ അടുത്താലും നിങ്ങൾ വെറുതെ ഗ്രൂമിന്റെ അടുക്കാരൊക്കെ വന്നിട്ട് നോക്കിയാൽ മതി. ഇവിടുത്തെ എല്ലാവരും ഭയങ്കര സ്നേഹം ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാവരും വന്നതല്ല നല്ല പാട്ടുകാർ. ഇപ്പൊ കുറെ ആൾക്കാരെ ഞാൻ കണ്ടു ഇത് മുമ്പത്തെ സീസണിൽ പങ്കെടുത്തപ്പോ കുറെ ആൾക്കാരുണ്ടല്ലോ എന്നല്ല, അതൊന്നുമല്ല, ആ സീസണിൽ പങ്കെടുത്ത കുട്ടികളെക്കാളും പാടുന്ന കുറെ ആൾക്കാർ, പുതിയ പുതിയ ആൾക്കാരും നമ്മളെ ഈ പാട്ടിൽ ഇതിലുണ്ട്. അതുകൊണ്ട് ആർക്കും കിട്ടിയാലും അവരെ കുറ്റം പറയാനോ സങ്കടം പറയാനോ ഇല്ല. അത്ര എല്ലാവരും അങ്ങോട്ട് ഭയങ്കര ഹെൽപ്പാക്കും. ഭയങ്കര രസം. അത് വേദിയിൽ അവിടെ പോയാലും നമുക്ക് എന്തെന്ന് ചിരിച്ച് ചാവാ നമുക്ക്. അപ്പോഴും കൗണ്ടറെല്ലാം കേട്ടിട്ട് അതിന്റെ പകുതിയെ ടി വിയിൽ കാണുന്നില്ല. അപ്പൊ ശരിക്കും എല്ലാം വിട്ടാലും സൂപ്പർ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രാന്തം വെച്ചിട്ടാണ് ശരിക്കും പങ്കെടുത്തത്. അപ്പൊ ഇപ്പൊക്കെ അറിയാം ഞാൻ നാടൻ പാട്ട് മാത്രമേ പാടുള്ളൂ. ഞാൻ പറയും ചെയ്തു, ഞാൻ ഇവിടെ ഗ്രൂമിങ്ങിന് വന്നിട്ട് പോലെ ഒരു സിനിമ പാട്ടും ബാക്കി 2 നാടൻ പാട്ടും പാടിയപ്പോ സാറും അങ്ങനെ പറഞ്ഞു, സാരല്ല അറിയുന്നത് പാടിക്കോ, മാത്രം അങ്ങനെ പാടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള വേദി തന്നെയല്ലേ സ്റ്റാർ സിംഗർ എന്നില്ലയിലാണ് സാറത് സമ്മതിച്ചത്. അപ്പൊ ഇവർക്കെല്ലാം അത് ഇഷ്ടമായി. മുമ്പിലോട്ട് പോവോന്നില്ലതല്ല, ഒരവസരം. ഇങ്ങനെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ നാട്ടില്, ഞങ്ങളെ കൊണ്ട് കയ്യിലാന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാർക്ക് എന്നെ കൊണ്ട് ഒരു ഇൻസ്പിറേഷൻ ആവുക, അതിന് വേണ്ടിട്ട് ശ്രമിക്കുമെങ്കിൽ അതന്നെയല്ലേ വലിയ കാര്യം ഞാൻ വിചാരിച്ചു. ഒരു 2 പേര് നാടൻ പാട്ട് പാടും. തയ്യൂരിലെ കുഞ്ഞു വല്യമ്മ, വള്ളി വെട്ടും കുഞ്ഞു വല്യമ്മ, നിങ്ങൾ എന്റെ അമ്മയെ കണ്ടോന്ന്, ഈ വഴിയെ പോകണ കണ്ടോന്ന്, നേരം കാരി വെളുക്കുമ്പം കത്തിമാടാളുമെടുത്ത് തെക്കോട്ട് പോകണ കണ്ടു ഞാൻ, വള്ളി വെട്ടാനാണെന്ന് തോന്നുന്നു. അയ്യോ, ഞങ്ങൾ ഈ വീഡിയോ കാണുമ്പോ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ പറയൂ, ശരിക്കും വെയിറ്റിംഗ് ലിസ്റ്റ് മാറി ഇന്നായോ ഔട്ടായോ, ഇനി 18 കണ്ടസ്റ്റന്റ് ഉണ്ടോ, എന്താണ്? ഞാൻ അറിഞ്ഞു, എന്താണെന്ന് പറ. സത്യം പറഞ്ഞാല് ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഉണ്ടായത്. കുറെ ആൾക്കാർക്കൊന്നും അതിന്റെ അവസാനം എന്തേ സംഭവിച്ചത് മനസ്സിലായിട്ടില്ല എന്നൊക്കെ തോന്നുന്നു. കുറെ ആൾക്കാർ ഇത് കണ്ടിട്ട് അപ്പൊ സെലക്ട് ആയോന്നില്ല വെയിറ്റിംഗ് ലിസ്റ്റിൽ അറിയുമ്പോ ഈ വെയിറ്റിംഗ് ലിസ്റ്റിന് എടുത്തവരൊന്നും ഇവർക്ക് തിരിഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ അറിയില്ല ഫുള്ള് കണ്ടിന്യൂന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 18 ആൾക്കാരെല്ലാം ഇല്ല, 18 ആൾക്കാരെല്ലാം ഇല്ല. ഇനി പുറത്ത് കുറച്ച് ആൾക്കാർ 5 ആൾക്കാരെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പേളയിലും ഇല്ല, മാത്രം ഞാൻ ആടെ ഉണ്ട്. പറഞ്ഞാല് അതിൽ സിത്തുമണി ഒരു ഡയലോഗ് പറഞ്ഞു, ഇവളെ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ചെയറിട്ട് തിരുത്താൻ പറ്റുമെന്ന് വെറുതെ ചോദിച്ചതാണ്. അത് കുറെ കമന്റിന്റെ ഇടയിൽ വന്ന് അവളെ ശരിക്കും അവിടെ നിർത്താൻ കഴിയുമെന്ന് ചോദിച്ചു. അന്നെ ഇവിടുന്ന് വിളിച്ചിട്ട് എന്താ ഇവരൊരു കെയർ ടേക്കർ ആയിട്ട് ഇവരെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഇവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ഇവിടെ നടത്തും ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം സത്യത്തിൽ ഒരു ചെയർ ഇട്ട് കൊടുത്തു. അതും ചിത്രാമ്മയുടെ സീഡി കേട്ടോ, നിക്കാൻ പറഞ്ഞു. ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറെ പേര് ചെറിയ കുട്ടിയാണോ, മാരീഡ് ആണോ എന്ന് കുറെ ഡൗട്ടുകളുണ്ട്. ശരിക്കും മാരീഡ് ആണോ? ശരിക്കും മാരീഡ് ആണ്. എന്താ പറഞ്ഞാല് ആ സമയത്ത് ഞാൻ ആ വീഡിയോ എല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ഒരു ഗുണ്ടുമായിരുന്നു. പിന്നെ യാത്രയും കാര്യങ്ങളെല്ലാം ആകുമ്പോ ഞാൻ കുറച്ച് മെലിഞ്ഞു. അപ്പൊ ആൾക്കാര് എന്നെ ഈ വീഡിയോയിൽ കാണുമ്പോ കുറച്ച് വലിയതായിട്ട് കാണുന്നത്. പക്ഷെ ശരിക്കും ഞാൻ ഇത്രക്കേ ഇല്ലു. ഇപ്പൊ ശരിക്കും ഇത്രക്കേ ഇല്ലു. പിന്നെ കല്യാണം കഴിഞ്ഞു, മലപ്പുറത്തെ കല്യാണം കഴിച്ചപ്പോ ഞങ്ങൾ പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. 7 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച് ഇപ്പൊ 1 വർഷം അടുത്ത മെയ് ആകുമ്പോഴത്തേക്ക് 1 വർഷം ആവാനായി. അപ്പൊ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാലോ നമ്മുടെ നാട്ടിന്റെ പ്രത്യേകത അതാണ്. കാരണം ഓനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വന്നിട്ട് പറഞ്ഞിട്ടാ. ബാക്കി എല്ലാവർക്കും അറിയാം, വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം കല്യാണം കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഓൻ അത്യാവശ്യം പാടുന്ന ഇതിലെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾ തന്നെ. അപ്പൊ പാടും. അപ്പൊ ഓന്റെ പേരെന്തേ ഞാൻ പറയാത്തത്, ഇനിയിപ്പോ വല്ല ഡിവോഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും ആയോ എന്നുള്ളൊരു ഡൗട്ട് കുറെ ആൾക്കാർ ഓനും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓന്റെ പേര് അനന്തു എന്നാണ്, മലപ്പുറത്ത് വീട്. അപ്പൊ ആ ഒരു ഇത് സങ്കടം ഓനുണ്ടായിട്ടില്ല, ഓനും വീട്ടുകാർക്കൊന്നും ഉണ്ടായിട്ടില്ല. മാത്രം കാണുന്നപ്പോഴൊക്കെ എന്തും വിചാരിക്കാലോ. അപ്പൊ
ഞങ്ങൾ ഡിവോഴ്സ് ഒന്നും ആയിട്ടാ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനോ, കാരണം ഇതൊന്നും പറയാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നതല്ലല്ലോ. ആടുന്ന് എന്തോ ചോദിക്കുന്ന എന്തല്ലോ വർത്താനം പറയുന്നത്. ചിലപ്പോ കല്യാണം കഴിച്ച കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതും പറയും. ഒന്നാമത് ടെൻഷൻ, ആടെ എന്ത് പറയാവോ പറഞ്ഞുവിടാവോ നമുക്ക് അറിയില്ലല്ലോ, ഇനി പറഞ്ഞ് തെറ്റാവോ ഒന്നും അറിയില്ലല്ലോ. അതെ, ഇപ്പൊ സ്റ്റാർ സിംഗിൾ ഇപ്പം പാട്ട് പാടുന്നതിനപ്പുറം അവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാന്നാണല്ലോ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വരുന്നത്. സ്റ്റാർ സിംഗർ ഇങ്ങനെയല്ല, സ്റ്റാർ സിംഗർ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഈ തമാശ പറയുന്നത് എല്ലാം ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിരിക്കും, സർഗോ സാറിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നല്ലാതെ ഞാൻ വിചാരിച്ചാണക്കേ അല്ല. നമ്മൊന്നും കാതന്നെ പറഞ്ഞു, നമ്മ കാണുന്ന കണക്കേ അല്ല. ശരിക്കും എല്ലാരും ജെന്യൂനാണ്. എന്താ ആ സമയത്ത് തോന്നുന്നേ അത്. പാട്ടിൽ ഇപ്പൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പുറത്തുനിന്ന് ഒരാള്, ഞാൻ മുമ്പ് ഇങ്ങനെ പറയുന്ന കേട്ടിന് ചിലതെല്ലാം ഡയറക്ടർ പറയും അപ്പൊ അതുപോലെ തന്നെ ചെയ്യും, അങ്ങനെല്ലാം പറഞ്ഞ കേട്ടിന്. അതൊന്നുമല്ല, ചിത്ര ചേച്ചി സിത്താര ചേച്ചി ആയാലും വിധുവേട്ടനായാലും പാട്ട് വാങ്ങിയില്ലെങ്കിൽ പാട്ട് വാങ്ങില്ല തന്നെ പറയും. പാട്ട് രസമില്ല തന്നെ പറയും. അതിന് കൊടുക്കേണ്ട മാർക്കേ കൊടുക്കും. അത് ഞാൻ ഇത്ര ദിവസത്തിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ്. പിന്നെ ഞാൻ അവരെ റൂമിലായിരിക്കുന്നത്, പിന്നെ സർഗോ സാറിന്റെ ആ റൂമിലായിരിക്കും. എന്നിട്ടാകുമ്പോ ആടെ എത്ര കഷ്ടപ്പാടുണ്ട്. കുറേ ആൾക്കാർ കമ്പ്യൂട്ടർ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. സാർ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. അപ്പൊ ഞാനിങ്ങനെ സാറിനെ ഇങ്ങനെ നോക്കും, സാർ എന്താക്കുന്നുണ്ട്. മാത്രം സാറ് ആക്ഷൻ പറഞ്ഞാല് സാറാ ഇതൊന്നും മൈൻഡ് ആക്കൂല. എന്താണോ പാട്ട് പാടുന്നത് കമന്റ്സ് പറയുന്നത്. സാറ് പിന്നെ നിർദ്ദേശങ്ങൾ എല്ലാ ഡയറക്ടേഴ്സും കൊടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നല്ലാണ്ട് അപ്പൊ എന്ത് പറയണമെന്നോ എന്ത് മാർക്ക് കൊടുക്കണമെന്നോ ഇതൊന്നും സാർ ഇടപെടില്ല. എനിക്ക് ഭയങ്കര അതിശയം. ഞാൻ സാറിനോട് പറയും ചെയ്തു, ഇങ്ങനെ നല്ല ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് കേൾക്കുമ്പോൾ. എന്താ പറഞ്ഞാൽ നമ്മ കേൾക്കുന്ന കണക്കല്ലോ ജഡ്ജസ് പാട്ട് കേൾക്കുന്നത്, നമ്മ ആസ്വാദനത്തിന്റെ ഇതിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊക്കല്ലേ എന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പൊ അത് ശരിക്കും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. സർപ്രൈസ് ആണ്. ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ഇങ്ങനെ നിങ്ങളെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ സമയം പോകുന്ന അറിയില്ല. രാത്രിയാണ് ഷൂട്ട് തീരുന്ന നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇനിയും വേണം എന്നുള്ളൊരു ഇത്. അത്രയും എല്ലാവരും കംഫർട്ട് ആക്കും. എല്ലാവരും ഒരേപോലെ കണ്ടെല്ലാവർക്കും വേണ്ടതെല്ലാം ചിത്ര ചേച്ചി കൊടുക്കും. എന്താണോ ചെയ്യേണ്ടത്. ചിലപ്പോ വായിക്കിടെല്ലാം പറയും, ഇങ്ങനെ ഇത് സൗണ്ട് ശ്രദ്ധിക്കണം, കുറെ വർത്താനം പറയുമ്പോൾ ചിത്ര ചേച്ചി വായിക്കിട് പറയും. അപ്പൊ നമുക്ക് സ്വന്തം അമ്മ പറയുന്ന കണക്കെ ഇങ്ങനത്തെ ഒരു ഫീല്. പണ്ട് ജഡ്ജസ് നമുക്ക് അതേ നടക്കൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഇപ്പൊ പാടാൻ വരുന്ന പിള്ളേരുടെ അത് അങ്ങനെ പോയിട്ടേ കാര്യമില്ല. നമുക്ക് പേടിപ്പിച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ചെയ്യേണ്ടാണ് എന്ത് ചെയ്താലും ചോദിക്കുന്ന പിള്ളേരാണ് ഇപ്പൊ ഇല്ലത്. മാത്രം നമുക്കറിയാലോ പാട്ടുകാർക്ക് എപ്പോഴും ഒരു ഗുരുത്വം എപ്പോഴും ഉണ്ട്. അപ്പൊ ചിത്ര ചേച്ചിയില് ആ ഒരു ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ മാത്രം അവര് കേൾക്കാൻ മനസ്സെല്ലാവർക്കും ആ ഒരു അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് ഭയങ്കര രസം. രഞ്ജുവിന്റെ ഫേവറേറ്റ് ജഡ്ജ് ആരാ? അതില് ഏറ്റവും കൂടുതൽ പെറ്റായിട്ടുള്ള ആരും കേട്ടാ? അല്ല, നമുക്ക് ചിത്രാമ്മയെ നമുക്ക് വേറെ തന്നെ തലത്തിലല്ലേ ആടെ ഞാൻ നോക്കുന്നില്ല. മാത്രം എനിക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ കാണണം മിണ്ടണം എന്നെല്ലാം ആഗ്രഹിച്ചു. കാരണം ചിത്ര ചേച്ചിനെ നമ്മൾ കാണുന്നോ മിണ്ടുന്നോ ഒന്നും നമ്മൾ മനസ്സിലേയില്ല. വേറെ ഏതോ തലത്തിലാണുള്ളത്. അപ്പൊ എനിക്ക് ഇങ്ങനെ എന്നായിട്ട് കുറെ ഞാൻ നാടൻപാട്ട് പാടുന്നതുകൊണ്ട് ഞാൻ കുറെ സിത്തുമണീന്റെ പാട്ടെല്ലാം ഞാൻ കുറെ ഇങ്ങനെ കേട്ടോണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സിത്താരനെ കാണുന്ന ഭയങ്കര ഭ്രാന്തായിരുന്നു. അപ്പൊ എനിക്ക് ജഡ്ജസിൽ ഞാൻ എപ്പോഴും അവിടെ പോയി നിൽക്കുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് സിത്തുമണിയായിരിക്കും. അത്ര ഇഷ്ടം തന്നെ. അത് കണ്ടിട്ടാകുമ്പോ ഞാൻ കരഞ്ഞേ. കുറെ ആൾക്കാരെ ഞാൻ കരഞ്ഞിട്ടാകുമ്പോ വിചാരിച്ചു എന്റെ കാര്യം ബന്ധിറ്റാന്ന് പറഞ്ഞു. എന്റെ ഒന്നും ആൾക്കാരൊന്നും ബന്ധിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞില്ല. അതൊന്നുമല്ല, ഞാൻ ശരിക്കും സിത്തുമണിനെ കണ്ട ആ ഒരു എന്തോ ഒരു സന്തോഷത്തിൽ അറിയാണ്ട് കരഞ്ഞാണ്. ഞങ്ങള് വീഡിയോസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അച്ഛന്റെ കൂടെ അച്ഛന് വേണ്ടി ഒരു നാടൻ പാട്ട് പാടിക്കൊടുക്കുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ എനിക്കൊന്ന് അതൊരു 4 മില്യൺ അല്ലേ വ്യൂ പോയിട്ടുണ്ട്. ആൻഡ് കമന്റ്സ് വന്നത് IDSSന്റെ വീഡിയോ കണ്ടിട്ട് അയ്യോ ഈ കുട്ടിയായിരുന്നു ആ കുട്ടി എന്നൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അതിനിട്ടൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, ഇത്രയും കാലം അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു, ഇനി അച്ഛന് വേണ്ടി ഞങ്ങൾ ഈ പറഞ്ഞ കഷ്ടപ്പെട്ടു, അച്ഛന് വേണ്ടി ആഗ്രഹങ്ങൾ തീർക്കും. അതിന്റെ ഒരു ഭാഗം തന്നെയാണോ ഈ പറയണ സ്റ്റാർ സിംഗർ? എന്താ പറഞ്ഞാല് അച്ഛൻ അമ്മയെല്ലാം അത്യാവശ്യം പണ്ടെല്ലാം കുറച്ച് പാടും. അപ്പൊ ആ സമയത്ത് ഇപ്പൊന്നും നമ്മളെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ എല്ലാ പരിപാടിക്കും നമ്മ സമ്മതം ചോദിക്കൂല, പൊയ്ക്കോട്ടോ അച്ഛാന്ന് ചോദിക്കുമ്പോ പൊയ്ക്കോന്ന് പറയാനല്ലാണ്ട് സാമ്പത്തികമായിട്ട് ഇങ്ങനെ നമ്മളെ സഹായിക്കുക അങ്ങനത്തെ കൊണ്ടുപോകാനൊന്നും അച്ഛനമ്മക്കും അന്നും കഴിഞ്ഞിട്ടാ. ഇന്ന് പിന്നെ കുറച്ച് നമുക്കില്ല ഒരു പണീന്റെ ഇല്ലതുകൊണ്ട് നമ്മളായിട്ട് പോകുന്നു എന്നുള്ളതല്ലാണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ടായിനി. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് അച്ഛൻ ലോട്ടറി വിൽക്കുന്നതാണ്. അപ്പൊ 3 മണിയാകുമ്പോ ഈ റിസൾട്ട് വരും. അപ്പൊ ആ സമയത്ത് അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ട് ഈ റിസൾട്ട് ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ പാട്ട് പാടുമ്പോ അച്ഛൻ ഇത് പാടിക്കോട്ടേക്കും അച്ഛൻ അത് നോക്കുന്നില്ല. അപ്പൊ പാടട്ട അച്ഛനും അച്ഛൻ വെറുതെ ഇങ്ങനെ തലാടി പാടാന്നുള്ള രീതിയിൽ പാടിയിട്ട് കുറച്ച് കഴിയുമ്പോഴും അച്ഛനൊന്ന് നോക്കും. ഞാൻ ശരി ഇഷ്ടല്ലേ ഒന്നുമില്ല വെറുതെ വീട് നോക്കാം ഞാൻ പോട്ടേനും ഞാൻ എന്തായാലും പാടി ഫുള്ളാക്കാന്നുള്ള രീതിയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ എന്നെ നോക്കുന്നുണ്ട്. അവനെങ്ങനെ ചിരിച്ചു. എനിക്ക് അച്ഛനിങ്ങനെ ചിരിച്ചു. പിന്നെ പറയുമ്പോ അച്ഛന് സങ്കടമായി. അപ്പൊ ഒക്കെ തോന്നുന്നു ആ വരിയൊന്നും ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് പാടുന്ന എന്തെന്നുള്ള സാധനം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെന്താ ഇപ്പൊ എന്ന് പറഞ്ഞാല് അച്ഛൻ എന്നെ കൊണ്ടുപോകേണ്ട ഒരു ഇതുണ്ട്. ഞാനിപ്പോ കുറച്ച് വലുതായി. അപ്പൊ അച്ഛനും കുറച്ചൊരു
പണിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് തന്നെ എല്ലായിടത്തേക്കും ഇപ്പം ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന് മുമ്പ് പോകുന്ന സമയത്ത് അച്ഛൻ എല്ലായിടത്തേക്കും കൊണ്ടുപോകില്ല. അപ്പൊ അച്ഛൻ അന്ന് കൊണ്ടുപോകാത്തത് അച്ഛൻ ഇപ്പൊ സാധിപ്പിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും പെമ്പിള്ളേർ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന പറയുമ്പോ പേടി തന്നെയല്ലേ. അപ്പൊ അതും അച്ഛനുണ്ടായിന്, ഇങ്ങനെ ഒരു പേടി ഉണ്ടായിന്. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, എന്നെ നല്ല രീതിയിൽ കൊടുത്തയച്ചു, ഒരാളെ കയ്യിൽ കൊടുക്കുന്നില്ല ആ ഒരു ഇതും അച്ഛനുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നത് അച്ഛന്റെ ജീവിതത്തിൽ അങ്ങനെ അധികം ഒന്നും ഇപ്പൊ കുറെ ഒന്നും നേടാനൊന്നും കഴിഞ്ഞിട്ട് അച്ഛൻ വിചാരിച്ച പോലെ. പാട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന് പണ്ട് പാടും, അത്ര അച്ഛനും അങ്ങനെ പണ്ട് സപ്പോർട്ട് ആക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് 3 ആളെ അച്ഛൻ ആ ഒരു തരത്തില് ഭയങ്കരമായിട്ട് സപ്പോർട്ട്. ഞാനുണ്ട്, ഏട്ടനുണ്ട്, അനിയനും ഉണ്ട്. അപ്പൊ 3 ആളും പാടും, അത്യാവശ്യം കുറച്ച് ഇങ്ങനെ പാടും. അപ്പൊ അപ്പകളെല്ലാം എല്ലാരും അച്ഛന് സപ്പോർട്ട് ആക്കാന്നല്ലാണ്ട് കൈമന്ന് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പൊ അച്ഛൻ പറയും ജയരഞ്ജിതേരെ അച്ഛനല്ലേ എന്ന് പറയുമ്പോ അച്ഛനൊരു സന്തോഷം. അത്ര എനിക്ക് ഇപ്പൊ കൊടുക്കാൻ കഴിയും, പണത്തിനേക്കാളും ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതന്നെയല്ലേ. പൊട്ടു പറയാണ്ട് നല്ല ഇതിൽ തന്നെ ഒരു പേരുണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ആ വൈറൽ സോങ് ഒന്ന് പാടാവോ? പാൽ കുറുക്കും ചക്കരച്ചൽ പായസങ്ങൾ വേണ്ടാന്ന്, വെള്ളിയരഞ്ഞാൻ കെട്ടും വേണ്ട, വെള്ളി കിട്ടിയ വാൾ വേണം, അച്ഛനോളം ചേർന്നു പോകും ആ കുറുമ്പിൻ തുണ്ടാണ്, അച്ഛനോ മനമോളാണ്, ഉണ്ണിക്കാളി പെണ്ണാണ്, തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമുണ്ണും പൊന്നുണ്ണി വാവ്യാണ്, വേതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചേലുള്ള ചിങ്കാരി. അത് പാടുമ്പോ തന്നെ ആ ഫീൽ വരുന്നുണ്ട്. വെറുതെ നല്ല പാട്ടാണ് ഇമോഷണലി പാടുന്ന സമയത്ത്. അപ്പൊ കൊറേയൊക്കെ ഒന്നും ആ വീഡിയോന്റെ ബാക്കിൽ എന്നെ കാണുന്നില്ല, അച്ഛനെ മാത്രമല്ലേ കാണുന്നില്ല. അപ്പൊ എല്ലാരും ആ പാട്ട് ഷെയർ ആക്കി. ഇനി മാത്രം ആര് പാടിയെന്ന് ആർക്കും അറിയില്ല. നോക്കുമ്പോഴാണ് അത് ഞാൻ പാടിയെന്നുള്ളത്. അതാണ് ആ കമന്റ് അങ്ങനെ വരുന്നത്. ഇവ പാട്ട് പാട്ട് പഠിച്ചിട്ടില്ല, നാടൻ പാട്ടാണ് ഫോക്കസ് ചെയ്തത്. എപ്പോഴെങ്കിലും നാടൻ പാട്ടല്ല ഈ പാട്ട് പഠിക്കായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇപ്പൊ തോന്നുന്നു, ഇപ്പൊ ഇവിടെ കേറിട്ടൊക്കെ തോന്നുന്നു പാട്ട് പഠിക്കായിരുന്നുവല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ ഈ നാടൻ പാട്ടിനോട് ഇഷ്ടം തോന്നി എപ്പോഴാ? നാടൻ പാട്ട് പണ്ടേ മറ്റേ എന്തെന്ന് പരിപാടിക്ക്, വിദ്യാരംഗത്തിന്റെ പരിപാടിക്ക് നാട്ടില് ക്യാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോ എല്ലാരും പാട്ട് പാടുമല്ലോ. അപ്പൊ അപ്പൊ നാടൻ പാട്ടേ പാടുമല്ലോ, എല്ലാരും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ആ പാട്ട് കേട്ടിട്ട് നാടൻ പാട്ട്, പിന്നെ പാട്ടും പഠിച്ചിട്ട് അപ്പൊ ഉറപ്പായി മറ്റേ പാട്ടൊന്നും പാടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായി. അപ്പൊ ഇങ്ങനെ ഈ പാട്ടിനോട് ഇഷ്ടമില്ലായിട്ട് ഇങ്ങനെ ഈ പാട്ട് പാടാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ നാടൻ പാട്ടാണ് ആളുകൾക്ക് ഇഷ്ടം. അതെ, പാട്ട് പാടുമ്പോ നാടൻ പാട്ട് കണക്കാവും എനിക്കൊക്കെ അപ്പേക്ക് പറയാം. അതുകൊണ്ട് എന്നോട് പറയും നീ ഏത് പാട്ട് പാടിയാലും നാടൻ പാട്ട് തന്നെ, അതുകൊണ്ട് നാടൻ പാട്ട് പാടിയാൽ മതി. അപ്പൊ ഒരുപാട് സന്തോഷം. ഇപ്പം വൈറലുകളായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. ഇപ്പൊ കുറെ എപ്പിസോഡിൽ ഇനി വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് ഒരു ബോംബായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടത്. അതിന്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്താണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു, ഒരുപാട് സന്തോഷം അങ്ങനെ വന്നതിൽ എന്നോട് മിണ്ടിയാലല്ലോ. താങ്ക് യു.